പ്രേമത്തിൻ്റെയും ആദരവിൻ്റെയും ഏറ്റവും ഉന്നതമായ അവസ്ഥയാണ് യഥാർത്ഥ ഗുരുശിഷ്യ ബന്ധം. യഥാർത്ഥ ഗുരു എല്ലാവരുടെയും സ്വന്തവും ബന്ധുവുമാണ്. അതേസമയം ആർക്കും തന്നെ ഗുരുവിനെ സ്വന്തമാക്കാനോ ആധിപത്യം സ്ഥാപിക്കാനോ കഴിയില്ല. കുട്ടിക്കാലം മുതൽക്ക് തന്നെ സൗന്ദര്യമുള്ളതെല്ലാം സ്വന്തമാക്കാനും അതിന്മേൽ ആധിപത്യം സ്ഥാപിക്കാനുമുള്ള ശക്തമായൊരു വാസന എല്ലാ മനുഷ്യരുടെയും മനസ്സിൻ്റെ ഉള്ളിലുണ്ട്. ശരീര വളർച്ച പ്രാപിക്കുകയും പ്രായം ചെല്ലുകയും ചെയ്താലും മനുഷ്യൻ്റെ ഈ സ്വഭാവത്തിന് കാര്യമായ മാറ്റമൊന്നും സംഭവിക്കാറില്ല. സുന്ദരമായത് എന്ത് കണ്ടാലും അതെനിക്ക് വേണം, കൊച്ചു പിള്ളേരെ പോലെ. അത് ചിലപ്പോൾ പുറത്തെ സൗന്ദര്യം മാത്രം കണ്ടാൽ കുഞ്ഞുങ്ങൾ അതെനിക്ക് വേണമെന്ന് പറയും. കുട്ടികളെ പോലാണ്. വലുതായിട്ട് നമ്മുടെ കുട്ടിത്തം മാറുന്നില്ല എന്നുള്ള, എൻ്റേത് മാത്രമാണ്, എനിക്ക് മാത്രം അത് അനുഭവിക്കണം എന്ന് കുട്ടിത്തം ബാധിച്ച തോന്നൽ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകും. അങ്ങനെ വസ്തുവാണെങ്കിലും വ്യക്തിയാണെങ്കിലും ആധിപത്യം സ്ഥാപിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നതിലൂടെയാണ് സ്നേഹവും സന്തോഷവും ലഭിക്കുന്നതെന്ന് തെറ്റായ ധാരണ നമ്മളിൽ ഉണരുന്നു. യഥാർത്ഥത്തിൽ മറ്റുള്ളവരെ നിയന്ത്രിക്കുന്നതിലൂടെയോ ബാഹ്യമായ വസ്തുക്കളിൽ ആധിപത്യം സ്ഥാപിക്കുന്നതിലൂടെയോ അല്ല, മറിച്ച് സ്വയം നിയന്ത്രിക്കുന്നതിലൂടെയും സ്വന്തം മനസ്സിൻ്റെ മേൽ ആധിപത്യം സ്ഥാപിക്കുന്നതിലൂടെയാണ് ശാശ്വതമായ സുഖവും സന്തോഷവും സ്വാതന്ത്ര്യവും ലഭിക്കുന്നത്. അതുകൊണ്ട് യഥാർത്ഥ ഗുരു ശിഷ്യൻ്റെ പ്രതീക്ഷകൾക്കും ആഗ്രഹങ്ങൾക്കും അനുസരിച്ച് പ്രവർത്തിച്ചെന്ന് വരില്ല. അഹന്തയിൽ നിന്നാണ് പ്രതീക്ഷകളും ആഗ്രഹങ്ങളും നമുക്കുണ്ടാകുന്നത്. ശരിയായ ഗുരു അഹന്തയെ പരിപോഷിക്കുകയില്ല, അത് ഇല്ലാതാക്കുക എന്നാണ് ഗുരുവിൻ്റെ ലക്ഷ്യം. കാരണം അതുകൊണ്ട് മാത്രമേ മനസ്സിൻ്റെ ബന്ധനം ഇല്ലാതായി ആത്മസ്വരൂപത്തെ സാക്ഷാത്കരിക്കാൻ കഴിയും. ഈശ്വര അനുഭവം നമ്മുടെ ഉള്ളിലുള്ളതാണ്. അത് ആർക്കും എടുത്തു തരാൻ കഴിയുന്നുവെന്നല്ല, അത് സ്വാഭാവികമായി ഉണരേണ്ടതാണ്. അതിന് നമ്മുടെ ഹൃദയപൂർവ്വമുള്ള അനുവാദവും ഗുരുകടാക്ഷമാണ് വേണ്ടത്, പണമല്ല. സാധാരണ അപ്പോൾ എന്തിനാണ് ഗുരുവിൻ്റെ മുമ്പിൽ കൊണ്ട് കാണിക്ക വയ്ക്കുന്നതെന്ന് ചോദിക്കുക. മനസ്സെപ്പോഴും ഏറ്റവും കൂടുതൽ ആദ്യം ബന്ധിച്ചിരിക്കുന്ന സ്വത്താണ്. അപ്പം ബന്ധിച്ചതിനെ സമർപ്പിക്കുന്നതിൻ്റെ ഒരു ക്രിയയായിട്ടാണ് അതിനെപ്പറ്റി പറയുന്നത്. ഗുരുവിൻ്റെ ശരീരമായി കണ്ട് മറ്റുള്ളവരെ സേവിക്കുന്നതാണ്, അതുകൊണ്ട് സേവിക്കാം. ഗുരുവിനുള്ള സമർപ്പണം തന്നെയാണ്. ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി പലയിടങ്ങളിൽ ഓടി നടക്കുന്നവരുണ്ട്. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഓടി നടക്കുന്നവർ കടുത്ത ഈശ്വരപ്രേമികളാണെന്ന് പറയാൻ സാധിക്കുക. ഇപ്പോൾ കല്യാണം കഴിച്ച ഭാര്യയുണ്ട്, അപ്പോൾ ഭർത്താവ് വേറെയും പല സ്ത്രീകളെ സ്വീകരിക്കുന്നില്ല. അല്ല, കല്യാണം കഴിച്ച ഭർത്താവുണ്ട്, ഭാര്യ അനേക പുരുഷന്മാരെ ഒരേ സമയം സ്വീകരിക്കുന്ന പോലാണ്. അപ്പം അത് പ്രേമം എന്ന് പറയാൻ സാധിക്കില്ല. അതിന് ഹൃദയത്തിലൊരു സിംഹാസനമേ പറ്റുള്ളൂ. അവിടെ സത്യം നിലനിൽക്കുന്നില്ല, നിഷ്ഠ നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ വലിയ പ്രേമിയെന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഇങ്ങനെ ചാടി കുരങ്ങ് പോലെ, അതൊരു കുരങ്ങാണ്. ഈ സാധാരണ കുരങ്ങ് ഒരു വൃക്ഷത്തിന് ഒരു വൃക്ഷത്തെ ചാടത്തുള്ളൂ. മനുഷ്യ കുരങ്ങെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. അതുപോലെയാണ് ഈശ്വരനറിയാൻ എല്ലായിടവും പോയി മുട്ടുന്നവർ. ഒന്നിനോട് ഒരു പ്രവൃത്തിയോ സമർപ്പണ ബുദ്ധിയോ ഇല്ലാത്തവരാണ്. അങ്ങനെ ഓടി നടക്കുന്നവർ ഓടി തളരുകയല്ലാതെ ഇത്തരക്കാർ കാര്യമായ നേട്ടമൊന്നും ഉണ്ടാകില്ല.